ഓക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വന്നിരിക്കുന്നത്? കോമിക്കോൺ. കേരളത്തിലെ ഫസ്റ്റ് കോമിക്കോണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താ ഐഡിയ ഒന്നും ഒരു ഐഡിയ ഇല്ല നമുക്ക്, പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, നമ്മൾ ആദ്യം എത്തിയതുകൊണ്ട്. പക്ഷേ ഇറ്റ്സ് ഗുഡ്, രസമുണ്ട്, മൊത്തത്തിൽ നല്ലൊരു വൈബുണ്ട്. ഇത് കണ്ട നല്ല കുട്ടി ബാഗ് കിട്ടി നമുക്ക്. കോമിക്കോണിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജനവീതിയിലൂടെ നടക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റോർസ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രഞ്ചി റോളിൻ്റെ സ്റ്റോർ ഉണ്ടായി, പിന്നെ ഒരു മാരുതി സുസുക്കി അരീന സ്റ്റോർ ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ഗെയിം എക്സിബിഷൻ പരിപാടി ഉണ്ടായിരുന്നു. അവരൊരു 2 ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ട് ട്രാഫിക് അവെയർനെസ് ആണെന്ന് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫൺ ആക്ടിവിറ്റീസ്, ഒരു മെയിൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. മെയിൻ സ്റ്റേജിൽ ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. കുറേ ടോക്സ് ഉണ്ട്, സെഷൻസ് ഉണ്ട്, അതുപോലെ ഫൺ ആക്ടിവിറ്റീസ്, ഗെയിംസ്, പരിപാടികൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ക്രൗഡ് കുറച്ച് ഡള്ളായിരുന്നു, ആകെ ചത്തുകുത്തി ഇരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്ന് ക്രൗഡൊക്കെ ഒന്ന് ഇളകി ഓണായത്. അത് കഴിഞ്ഞ് ഇതുപോലെ കുറേ ഗുഡീസ് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഗെയിം തീംഡ് സ്റ്റോഴ്സ്, മഗ്ഗുകൾ, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, സ്റ്റിക്കേഴ്സ്, ടീഷർട്ട്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു വൈബാണ്. വേറൊരു ആനിമേ വേൾഡിലേക്ക് എത്തിയ പോലെ ആയിരുന്നു. ഫുള്ള് ആനിമേ തീംഡ് കോസ്പ്ലേയേഴ്സും ആ തീംഡ് സ്റ്റോഴ്സും ഒക്കെ. അങ്ങനെ ഞാനും ഒരു സെൽഡ കീ ചെയിൻ മേടിച്ചു. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് കോമ്പറ്റീഷന് പോയി. ഡാൻസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഗെയിമാണ് കേട്ടോ. യൂബിസോഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നൊരു ഡാൻസ് പരിപാടി ഗെയിമാണ്. അതിൻ്റെ ഒരു ഡെമോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോളിൽ. അപ്പോൾ അത് കളിക്കാനായിട്ട് കയറി. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ കളിച്ച് നോക്കാനൊരു പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. കാണുന്ന പോലെ, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ പരിപാടി, നല്ല പാടാണ്. അങ്ങനെ അതും കളിച്ച് അത് കഴിഞ്ഞ് ഇവിടെ മാരുതി സുസുക്കി അരീനയിലേക്ക് പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് അജിലിറ്റി ടെസ്റ്റ്, മറ്റേ നമ്മുടെ പഴയ സയൻസ് എക്സിബിഷനിലെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം എനിക്ക് പണ്ട് തൊട്ടേ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് ആ ഒരു അമിതാവേശത്തിൻ്റെ പുറത്ത് കയറി ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഹൈ സ്കോറിനേലും 2 പോയിൻ്റ് താഴെ എനിക്ക് എത്താൻ പറ്റി. 45, ഹൈ സ്കോർ 47 ആയിരുന്നു. ഞാൻ 45 വരെ എത്തി. എങ്ങനെ എക്സ്മാൻ ആയിക്കാണ് ഞാൻ. എക്സ്മാൻ കേട്ടോ. അതെ അതെ അതെ. അങ്ങനെ അടുത്തത് വള്ളം തുഴയിലായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഫൺ പരിപാടിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക തകരാറുകളുണ്ടായിരുന്നു ആ പരിപാടിക്ക്. അത് കഴിഞ്ഞ് ഒരു സ്ക്വാട്ടിങ് ചലഞ്ച് ഉണ്ടായിരുന്നു. 35 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15% ഓഫ് കിട്ടും അവരുടെ സ്റ്റോറിൽ നിന്ന്. അങ്ങനെ അത് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഡാൻസ് ഓഫ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു 3D പ്രിൻറ്റഡ് മാസ്ക് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പുള്ളി തന്നെ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ വൻ ചിലവ് പരിപാടിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. You know what time it is? It is papam time. It's papam time. അപ്പം എന്നാൽ പാപ്പം കഴിച്ചിട്ട് കാണാം. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ ഇടിച്ച് ഇപ്പോൾ വണ്ടി ഇടിച്ച് ചത്തേനെ. ഭക്ഷണമൊക്കെ കഴിച്ച് വയറിറങ്ങി വന്നേക്കാണ്. എന്നിട്ട് ഇനി ഇതേ സെക്കൻഡ് ഫേസിൽ കയറുകയാണ്. സംഭവം കൊള്ളാട്ടോ പരിപാടി. ഇതുവരെ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നൈസ് പരിപാടിയാണ്. അത് കഴിഞ്ഞ് കോസ്പ്ലേയേഴ്സിൻ്റെ അടുത്തോട്ട് പോയി. ഇവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് വേണ്ടിയിടുന്ന എഫേർട്ടും ടൈമും ഒക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത, പ്രത്യേകിച്ച് ഈ ഗോസ്റ്റ് മച്ചാൻ ഒരു രക്ഷയില്ലാത്ത കോസ്പ്ലേ ആയിരുന്നു. ഇവർ മാത്രമല്ല കുറേ പേരുണ്ടായിരുന്നു. ഇത്രയും എന്താ പറയുക, അറ്റൻഷൻ ടു ഡീറ്റെയിലും പരിപാടികളൊക്കെ ഇവന്മാർ പിടിച്ചത് ഒരു രക്ഷയില്ല. അടിപൊളി തന്നെയായിരുന്നു. എൻ്റെ ഇതുപോലത്തെ ഒരു ഫസ്റ്റ് പരിപാടിയായിരുന്നു കേട്ടോ ഈ കോസ്പ്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട്
ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഫുൾ വെന്യൂവിൻ്റെ ഒരു ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് പരിപാടിയാണിത്. നല്ല ഒരു അറ്റ്മോസ്ഫിയറും ആൾക്കാരും ഇൻറ്ററാക്ഷൻസും ഒക്കെ ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടാണ്. എന്താ പറയാനുള്ളത്? അടുത്ത ഇനം എണ്ണീറ്റ് നിന്നുകൊണ്ട് തമാശ പറയുന്നത്. എന്താടി അത്? സ്റ്റാൻഡപ്പ് കോമഡി. അതെ, സ്റ്റാൻഡപ്പ് കോമഡി. Batman here, I'm telling you guys. So please laugh at their jokes. He's going next, please. Don't let him down. Yeah. This is Kerala Story 3 where they're force feeding you that performance. പൈലറ്റ് ഗുമ്മേ നല്ല നല്ല ടീം. I got little bit this internet famous over the lockdown, okay, COVID time, and then I came outside. I expected it. ഞാൻ പുറത്ത് വന്ന എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ ബ്രോ പ്ലീസ് എനിക്ക് ഒരു ഫോട്ടോ. I thought that is what will happen. Instead, I come outside after lockdown. First thing, everybody, salam alaikum bro. You can propose to our independent. കുട്ടും പയറും കഴിക്കുന്നടാ നാരോട്ടാ. അങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി സെഷൻ കഴിഞ്ഞിട്ട് ഒരു ജൂക്ക് ബോക്സ് സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അതിനകത്ത് അവരുടെ ചാർട്ടിങ്ങിൽ കിടന്നിരുന്നത്. ബേസിക്കലി 2 ബാൻഡ്സ്, കംപ്ലീറ്റ് ഫുൾ ബാൻഡ് അല്ല, 3 പീസും 2 പീസ് ബാൻഡ്സും വന്നിട്ട് കുറച്ച് കോമിക് ഇൻസ്പയർഡ് സോങ്സ് ഒക്കെ കവർ ചെയ്ത് അതിനകത്ത് 1-2 പേര് ഒറിജിനൽസൊക്കെ പ്ലേ ചെയ്തു. 2 ബാൻഡും നൈസ് ബാൻഡുകളാണ് കേട്ടോ. ഒരു പേർപ്പിൾ ലൈൻ എന്ന് പറഞ്ഞ ബാൻഡും പിന്നെ ഗീക്ക് ഫ്രൂട്ട്. അത് കഴിഞ്ഞ് ഈ ചെയിൻസോ മാൻ ആണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോസ്പ്ലേ ആർട്ടിസ്റ്റ്. ഭയങ്കര പെർഫെക്ഷനായിരുന്നു. പക്ഷെ പുള്ളിക്ക് കിട്ടിയില്ല, ഫസ്റ്റ് കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ ഒരു മച്ചാനും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കോസ്പ്ലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കോമ്പറ്റീഷനായിരുന്നു. അത് സ്പൈഡർമാൻ്റെ ഒരു ബാക്ക് ഫ്ലിപ്പ്, അതിമനോഹരമായ ബ്ലാക്ക് ഫ്ലിപ്പ്. ഫസ്റ്റ് ഡേ ഓഫ് കോമിക് കോൺ റാപ്പിഡപ്പ നൈസായിരുന്നു കേട്ടോ. നല്ല കിടിലൻ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിരുന്നു. നിഖിൽ, മൈ ലാഫ് മൈ റൂൾസ്, പുള്ളി നൈസായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. അതാണ് നമ്മുടെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.